ഒരേ കോളേജിനുള്ളിൽ നിഗൂഢമായി അണ്ടർഗ്രൗണ്ട്. ഇത് ഒരു മനുഷ്യനെന്ന് കാണുന്നില്ല ഉള്ളിൽ. സംഭവം എന്താ വെച്ചാൽ കോളേജിൽ ആൾ കുറവാണ്, വലിയ കോളേജാണ്. പിന്നെ അറ്റൻഡൻസ് പോളിസി ഭയങ്കര സ്ട്രിക്റ്റ്. ബാക്കിയിലൊന്നും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഇത് മാത്രമേ. ഒഴിഞ്ഞൊരു സ്ഥലം പഠിക്കാം, ഫെസിലിറ്റീസ് അടിപൊളിയാണ്, ഫാക്കൽറ്റീസ് അടിപൊളിയാണ്, ഉള്ള അടിപൊളിയാണ്. പക്ഷേ ഈ കോളേജ് പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊക്കെ തന്നെയുള്ള കൈസ് നോക്കിയാൽ 6 ഫ്ലോർ മേലെയാണ്. എന്തു പാടിയത് ഫാൻ നോക്കിക്ക. ഇതാണ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്, വിശാലമായ കോളേജ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്താണല്ലോ ഇവിടുത്തെ ഓഡിറ്റോറിയം പൊളിഞ്ഞാടിയത്. ഒക്കെ പൊളിഞ്ഞ് നാശം കിടക്കുന്നുണ്ട്. പ്രേതം കൈസ് ഇപ്പോൾ ഏകദേശം ഒരു പ്രേതാലയ വൈബ് ഫീല് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ കടന്ന് മിന്നുന്നതാണ്. നോക്കിയാൽ വിജനമായി കിടക്കുന്നു അവിടെ പ്രേതാലയം പോലെ ലൈറ്റ്. ഇവിടെ ജിമ്മുണ്ട്. ജിമ്മിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ അടിപൊളി ജിമ്മാണ്, ഫുള്ള് ഫെസിലിറ്റി ഉണ്ട്. അതൊക്കെ നോക്കി കാണാം. കേരളം വിട്ടിട്ട് പിന്നെ ആളെ കണ്ടതാ ഉപാധ്യായ കോളേജിലെ ഗൈസ്. കൊറോണ എന്നിട്ട് അപ്ഡേറ്റ് ആവുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദീൻദയാൽ ഉപാധ്യായ കോളേജിലെ ഒരു ടെഡ് ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ദീൻദയാൽ ഉപാധ്യായ കോളേജ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ ബാക്ക് കാണുന്നതാണ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്. നമുക്ക് കോളേജ് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഗൈസ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്. Now what happened? Many years passed and this little child was struggling with a speech impediment. This child in class 7th decides to go on stage and recite a poem. ടോപ്പ് ഫ്ലോർ പോയി നോക്കാം ഗൈസ്. ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് താഴെ നോക്കാം. ടോപ്പ് ഫ്ലോർ നോക്കിയാൽ അതേ കോളേജിനുള്ളിൽ നിഗൂഢമായി അണ്ടർഗ്രൗണ്ട്. ഇതെന്തത് ഉച്ചയായിട്ടും ഒരു മനുഷ്യന്മാരില്ലല്ലോ അവിടെ കോളേജിലൊന്നും. ആൾക്കാരൊന്നുമില്ലേ? ലൈബ്രറിക്ക് സെക്ഷൻ വൈസ് ലൈബ്രറി എത്ര കാലം നോക്കിയ ലൈബ്രറി ഇഷ്ടംപോലെ ലൈബ്രറി പറഞ്ഞില്ലേ, ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലമാണ്. നോക്കിയാൽ ക്ലാസ് റൂം ചെയ്യുക. നമ്മളെ കോളേജിൻ്റെ ആംഫി തിയേറ്റർ എത്ര വലിപ്പമുള്ളൂ. സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്. ഏകദേശം നമ്മളെ തമിഴ്നാട് കോളേജുകളൊക്കെ അല്ലേ, തമിഴ്നാട്ടിലുള്ള കോളേജുകളൊക്കെ അതുപോലെ വിശാലമായുള്ള കോളേജ്. കോളേജ് കിട്ടില്ലാണ് അത്യാവശ്യം അടിപൊളിയാണ് തോന്നുന്നത്. കണ്ടിട്ട് ലാബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുണ്ട്. കാരണം കോളേജിൻ്റെ ലാബിലും കാര്യങ്ങളിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും അത്യാവശ്യം സ്പേഷ്യസും ആണ്. എല്ലാവർക്കും എന്താ സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഇതുണ്ട്. ലിഫ്റ്റ് സെറ്റപ്പ് കണ്ടില്ല, കിടിലാണ്. 2 ലിഫ്റ്റൊക്കെ ഉണ്ട് ഒരു കോളേജിലെ. ബാത്റൂം പോരെ ഗൈസ്, കണ്ണാടി ഇല്ലെങ്കിൽ ബാത്റൂം എന്തിനാ പറ്റുക? കണ്ണാടിയില്ലേ ബാത്റൂം ഒന്നിനും പറ്റില്ല. ഉണ്ട് ഗൈസ്, ആൾക്കാരും വരുന്നുണ്ട്. അതാണ് ഗൈസ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്. 2nd ഫ്ലോർ കഴിഞ്ഞു, 3rd ഫ്ലോർ പോയേക്കാം. ഇത് ഒരു മനുഷ്യനെന്ന് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ആൾ കുറവാണ്, വലിയ കോളേജാണ്. നമ്മളെങ്ങോട്ട് 2 ഇരട്ടി വലിപ്പമൊക്കെ ഉണ്ട് കോളേജിന്, പക്ഷേ അതിനുള്ള ആളില്ല ഇവിടെ. ഉപാധ്യായ കോളേജിൻ്റെ ക്ലാസ് റൂം. നിങ്ങളെ അഭിപ്രായം എന്താ കോളേജിനെ പറ്റിയിട്ട്? നിങ്ങളെ കോളേജിനെ പറ്റിയിട്ട് അഭിപ്രായം പറയും. നമ്മളെ കോളേജ് നല്ല കോളേജ് ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്, ഫാക്കൽറ്റീസ് അടിപൊളിയാണ്, പഠിത്തം സൂപ്പറാണ്. പിന്നെ അറ്റൻഡൻസ് പോളിസി ഭയങ്കര സ്ട്രിക്റ്റ്. ബാക്കിയിലൊന്നും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇതിന് മാത്രമേ. അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ മാത്രമോ? മൊത്തത്തിൽ ആൾക്കാർ കുറവുള്ള ഒരു ഫീലാണ്. വലിയ ബിൽഡിംഗ് ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ കോളേജ് ഭയങ്കര ഐസൊലേറ്റഡ് ആണ്. ഈ ഭാഗത്ത് വേറെ കോളേജാണ്, കുറേ റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ ആ ഒരു വൈബ് കിട്ടൂല, മനസ്സിലായ? ഐസൊലേറ്റഡ് കോളേജിൽ വരെ പോവാന്നുള്ളതിൻ്റെ അപ്പുറം വേറെ ക്യാമ്പസ് ലൈഫ് എന്നുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല. ഒഴിഞ്ഞൊരു സ്ഥലം, പഠിക്കാം, ഫെസിലിറ്റീസ് അടിപൊളിയാണ്, ഫാക്കൽറ്റീസ് അടിപൊളിയാണ്, ഉള്ള അടിപൊളിയാണ്. പക്ഷേ
പിന്നെ അത്യാവശ്യം വ്യൂവും കിട്ടില്ലുണ്ട്, രസമുണ്ട്. വയ്യ നൈസല്ലേ. പക്ഷേ ഈ കോളേജ് പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അടുത്ത് വേറെ കോളേജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു എക്സ്പോഷർ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രതീക്ഷിച്ച് വരുന്ന ആ ഒരു എക്സ്പോഷർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അസീംക്ക് പറഞ്ഞ പോലെ തന്നെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉഷാറാണ്, ടീച്ചേഴ്സും ഫാക്കൽറ്റീസൊക്കെ ഉഷാറാണെന്ന് പറയുന്നത്. അത്യാവശ്യം പൊക്കത്ത് തന്നെയുള്ള കൈസ് നോക്കിയാൽ 6 ഫ്ലോർ മേലെയാണ്. എന്ത് പാടിയത് ഫാൻ നോക്കിക്ക വളർത്തി തിരിച്ച് വെച്ചിരുന്നു. ഈ ബദിയ കോളേജിൻ്റെ ഒരു സൈഡ് തലക്കുന്ന് കയറി നേരെ അപ്പുറത്ത് തറ്റം വരെ നടന്നങ്ങനെ ഉണ്ടാവും. വിശാലമായി നടക്കാം. ഇതാണ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്, വിശാലമായ കോളേജ്. ഈ കോളേജൊക്കെ നോർത്ത് സൗത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, നാറൻ്റെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഒരു തമിഴ്നാട് കോളേജൊക്കെ അല്ലേ, തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ പോയി പഠിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ കോളേജ് കാണുമ്പോൾ മാത്രം ലൈഫ് ഉണ്ടാവില്ല, കോളേജ് ലൈഫ് ഉണ്ടാവില്ല എന്നല്ല. ഇപ്പോൾ സീൻക്ക് പറഞ്ഞ പോലെ തന്നെ കോളേജ് ലൈഫൊന്നും വല്ലാണ്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. പക്ഷേ വിശാലമായ കോളേജ് കാണാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കോളേജ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോയാകണ്ടേ. ഞാൻ നിൽക്കുന്നത് 6th ഫ്ലോറിലാണ്. 6th ഫ്ലോറിൽ ഞാൻ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു മനുഷ്യൻ വരാനില്ല ബാക്ക് നിന്നും, അത്രയും ഒഴിഞ്ഞടക്കുകയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കോളേജിൽ കുട്ടികളൊന്നും ഇല്ലേ, വെറുതെ ഒരു ബിൽഡിങ് കെട്ടിയിട്ടാണ്. കുട്ടികളൊക്കെ ഉണ്ട്. ക്യാൻറ്റീൻ്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം എത്ര ആളുണ്ടെന്ന്. പക്ഷേ ഈ കോളേജിൽ ഫില്ല് ചെയ്യാനുള്ള അത്ര ആളൊന്നുമില്ല. ഇതിൻ്റെ കോളേജിന് ഇവിടെയുള്ള കുട്ടികൾക്ക് ഈ കോളേജിൻ്റെ പകുതി ആവശ്യമുള്ളൂ. പക്ഷെ എല്ലാ ലാബും കാര്യങ്ങളൊക്കെ വിശാലമായ ലാബ്, ഇഷ്ടംപോലെ സ്ഥലം. ക്ലാസ് റൂമൊക്കെ കാണിച്ചു തരാം. ക്ലാസ് റൂമൊക്കെ ഒന്ന് നോക്കിക്കണേ. അയ്യോ, ഇത് 6th ഫ്ലോറിലാണ്. ഇതേമാതിരി തന്നെ താഴത്തേക്കൊക്കെ ഉണ്ട് ബാക്കി 4-5 ഫ്ലോറിലും. ഏകദേശം ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ ഫ്ലോറിലും സെയിമാണ് തോന്നുന്നത്. ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് കയറി നോക്കുമ്പോൾ എല്ലായിടത്തും ഒരേ ബെഞ്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരേ രീതിയിലാണ് എല്ലായിടത്തും. ഒക്കെ പൊളിഞ്ഞ് നാശമായി കിടക്കുന്നുണ്ട്. ഇത് നോക്കണ്ട കേട്ടോ, ഇത് 6th ഫ്ലോർ ആയതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് നടക്കുന്നില്ല, ഒന്ന് കംപ്ലീറ്റ് കാലിയോ പോലെ ഉണ്ട്. പിന്നെ ഈ കോളേജിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ ഓഡിറ്റോറിയം കിട്ടില്ല, ഓഡിറ്റോറിയമാണ്. അത്യാവശ്യം ഒരു നല്ല ഓഡിറ്റോറിയം വൈബ് വരുന്നൊരു ഓഡിറ്റോറിയമാണ്. ഇടുങ്ങിയതൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്പേസ്, ഒരു 10-200 ആൾ ഒരുമിച്ച് കൊള്ളാനുള്ള സ്പേസ് ഉള്ള ഒരു ഓഡിറ്റോറിയമാണ്. പിന്നെ ആദിൽ ഖാനോട് അസീം ഖാനോട് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം അറിയാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്താണല്ലോ ഇവിടുത്തെ ഓഡിറ്റോറിയം പൊളിഞ്ഞാടിയത്. എന്നിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നിർത്തിച്ച് ഫുൾ റീഫർണിഷ് ചെയ്ത് കംപ്ലീറ്റ് പുതുക്കി പണിതാണല്ലോ ഓഡിറ്റോറിയം. പക്ഷെ ഓഡിറ്റോറിയം കിട്ടില്ല കേട്ടോ, അത്യാവശ്യം രസമുണ്ട് കാണാനൊക്കെ. ഓഡിറ്റോറിയം എനിക്കിഷ്ടമായി. പ്രേതം ഗൈസ്, ഇപ്പോൾ ഏകദേശം ഒരു പ്രേതാലയ വൈബ് ഫീല് ഫുള്ളായിക്കണേ. ലൈറ്റൊക്കെ കടന്ന് മിന്നുന്നതാണ്. വൈകാൻ വിജനമായി കിടക്കുന്നു. അവിടെ പ്രേതാലയം പോലെ ലൈറ്റ് മിന്നുന്നുണ്ടില്ലേ. ചാടി വരുമോ? കസാര കെട്ടെടുത്ത് പ്രേതത്തിന്. ഇതാണ് വെച്ചാറ് ഗ്രൗണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, എല്ലാ ഗ്രൗണ്ടും ഇപ്പോൾ ഇതാണല്ലോ. അത് നീ ഇതിനെന്താ അവസ്ഥ? കോളേജ് എന്താ അവസ്ഥ? എന്ത് പറയാനാ, ഒരു സെമ്മ കഴിഞ്ഞില്ലേ? ഒന്നുമില്ല പറയാൻ. പൊളിയാണിതില്ലേ? ഇതാണിപ്പോ നേരത്തെ കൂടെ പ്രിൻസിപ്പൾ പോയതേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ വീഡിയോ എടുക്കാം. ബാഡ്മിൻ്റൺ കോർട്ട്, ഗുഡ് കോളേജ്. അഭിപ്രായം കേട്ടില്ല. ഫസ്റ്റ് ഇയർ ആണ്.
ബാഡ്മിൻ്റൺ കോർട്ട് ഉള്ളിലുണ്ട്, അപ്പോൾ അത് പോയി കാണാം. ഇതല്ലേ ഫുട്ബോൾ ഗ്രൗണ്ട്? ഇത് ഫുട്ബോൾ. ഇതാണ് ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട്. ക്രിക്കറ്റ് ഇവിടെ തന്നെ അല്ലേ? നെറ്റൊക്കെ കണ്ടില്ല, ഓ ക്രിക്കറ്റ് ഇവിടെ തന്നെ. എല്ലാം ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ ഡെഡിക്കേഷൻ. സെയിം സാധനം. ഇവിടെ ജിമ്മുണ്ട്. ജിമ്മിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ അടിപൊളി ജിമ്മാണ്, ഫുള്ള് ഫെസിലിറ്റി ഉണ്ട്. അകത്തുനിന്ന് നോക്കി കാണാം, ഒരു ഡിമ്പിലും പിന്നെ ബാക്കി കുറച്ച് എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അകത്തുനിന്ന് നോക്കാം. ഇത്ര എനിക്ക് പറഞ്ഞു. ജിമ്മ്, ഫിറ്റ്നസ് സെന്റർ. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ സത്യം പറഞ്ഞാൽ കോളേജ് സംഭവമൊക്കെ ഉണ്ട്. കിടിലൻ കോളേജാണ്. ഒന്ന് മിനിക്കെടുക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് മിനിക്കെടുത്താൽ കിടിലൻ കോളേജാണ്. കേരളം വിട്ടിട്ടുണ്ട്. പിന്നെ വാഴ കണ്ടതാ ഉപാധ്യായ കോളേജിലെ ഗൈസ്. എന്തായാലും ഉപാധ്യായ കോളേജിൽ വാഴ. ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ ഗൈസ്. ബോയ്സ് ഹോസ്റ്റൽ. ഇത് തൊട്ട് ബാക്കിൽ ഗേൾസ് ഹോസ്റ്റൽ. ഉപാധ്യായൻ്റെ ക്യാൻറ്റീൻ നോക്കാം ഗൈസ്. എന്തായാലും ഉപാധ്യായൻ്റെ ക്യാൻറ്റീൻ. മലയാളിയോ? ഏടാ മലയാളി? ഇതാണ് ഉപാധ്യായ ക്യാൻറ്റീൻ. മലയാളിക്ക് ഹോളിഡേ ആണ്. ക്യാൻറ്റീൻ മെനു ഗൈസ്. ഉപാധ്യായ കോളേജ് ഗൈസ്. വാടാ വാടാ വാടാ. മലയാളിയായി പോയില്ലേ? അത് തന്നെ. നോ എൻട്രി. ഡ്രൈവ് സ്ലോയോ? ഇവിടെ കയറാൻ വണ്ടി വേണ്ടേ? ഓ അടച്ച് ഗൈസ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ. കോളേജ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള കോളേജൊക്കെ. ഇത് മാള് ഫീലൊക്കെ. എവിടെ ഒരു മനുഷ്യല്ല. കൊറോണ വന്നിട്ട് അടച്ചിട്ട പോലെ ഉണ്ട്. നല്ല പൂവൊക്കെ ഉണ്ടല്ലോ. കിടലൻ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഗൈസ് ദീൻദയാൽ ഉപാധ്യായ കോളേജ്. എങ്ങനെയുണ്ട്? അപ്പം നോക്കി കണ്ടൊക്കെ പ്രിഫറൻസ് കൊടുക്കുക അല്ലേ ഇതിനെ? പറയാനുള്ളേ പെടാതിരിക്കുക. നോക്കി കണ്ടൊക്കെ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഓരോ കോളേജിൻ്റെയും വ്ളോഗ് ഇതേമാതിരി എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാം നോക്കി ഇഷ്ടമനുസരിച്ച് കൊടുക്കുക. അത്ര തന്നെ പറയാനുള്ളൂ.